ലോർഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 യോഹന്നാൻ 3:1 കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഒരിക്കൽ നാം ദൈവമക്കളല്ലായിരുന്നു, അനുസരണക്കേടിൻ്റെ മക്കളും കോപത്തിൻ്റെ മക്കളും ആയിരുന്നു എന്ന് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നു. പിശാചിൻ്റെ മക്കളായിരുന്നു. യോഹന്നാൻ 8:44 ഇങ്ങനെയുള്ള നമ്മെ ദൈവമക്കളാകുവാൻ ദൈവം നൽകിയ സ്നേഹം എത്ര വലിയത്! തൻ്റെ പുത്രനെ അതിനുവേണ്ടി നൽകി. യോഹന്നാൻ 3:16 അവനെ കൈക്കൊണ്ടവർ ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. യോഹന്നാൻ 1:12 എന്തൊരു സ്നേഹം! ഈ ദൈവമക്കൾ എങ്ങനെയുള്ളവരാകും എന്ന് തിരുവചനം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ദൈവമക്കൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകുന്നു. 1 യോഹന്നാൻ 5:1 യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യോഹന്നാൻ 5:1 മക്കൾ പദവി നമുക്ക് ജനിച്ചേ കിട്ടുകയുള്ളൂ. ദൈവമകൻ ദൈവമകൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവമക്കളാകുവാൻ കഴിയുകയുള്ളൂ. ആ ജനനം എങ്ങനെയാണ്? രക്തത്തിൽ നിന്നല്ല, രക്തബന്ധത്താലുമല്ല, മാതാപിതാക്കൾ ദൈവമക്കളായതുകൊണ്ടുമല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, നമ്മുടെ ജഡീക പ്രവൃത്തി, സ്വന്തം താല്പര്യം അതിനാലൊന്നുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, മറ്റൊരു മനുഷ്യൻ്റെ ശ്രമത്താലുമല്ല, പിന്നെയോ ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. യോഹന്നാൻ 1:13 ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. യോഹന്നാൻ 3:6 വീണ്ടും ജനിച്ചവരാണ് ദൈവമക്കൾ എന്ന് 1 പത്രോസ് 1:23 നാം വായിക്കുന്നു. ദൈവമക്കൾ അന്യോന്യം സ്നേഹിക്കുന്നവരാകുന്നു. 1 യോഹന്നാൻ 4:7 പ്രിയമുള്ളവരെ അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവസ്നേഹം തന്നെ. സ്നേഹമായ ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിൽ നിന്ന് ജനിച്ച മക്കൾക്കും ഉണ്ടായേ തീരൂ. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നുമിരിക്കുന്നുവല്ലോ. റോമർ 5:5 ദൈവമക്കൾ പാപം ചെയ്യുന്നവരല്ല. 1 യോഹന്നാൻ 3:9 ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതുമനുഷ്യനെ വീണ്ടും ജനനത്താൽ നമ്മിൽ ഉരുവാകുന്നത് എന്ന് മനസ്സിലാക്കാം. ആ പുതുമനുഷ്യൻ പാപം ചെയ്യുന്നവനല്ല. 1 യോഹന്നാൻ 5:18 എന്നാൽ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ആ പഴയ മനുഷ്യനും നമ്മിൽ ഉണ്ട് എന്ന് എഫേസ്യർ 4:23 നാം വായിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നവരാണ് എന്ന് 1 യോഹന്നാൻ 1:8 നാം വായിക്കുന്നു. ആ പഴയ മനുഷ്യനെ ജഡത്തിനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുന്നു. ഗലാത്യർ 3:24 അല്ലെങ്കിൽ പാപത്തിൽ വീണു പോകുവാനുള്ള സാധ്യത ഇന്നും നമ്മിലുണ്ട് എന്ന് ആ തിരുവചനത്തിലൂടെ മനസ്സിലാക്കാം. ദൈവമക്കൾ നീതി ചെയ്യുന്നവരാകുന്നു. 1 യോഹന്നാൻ 2:29 നീതിമാൻ ആരുമില്ല. റോമർ 3:10 ദൈവമക്കൾ വിശ്വാസത്താൽ നീതിമാന്മാർ ആകപ്പെട്ടവരാണ്. റോമർ 5:1 അതോടെ നീതി ചെയ്യുവാനുള്ള കഴിവും ലഭിക്കുന്നു. ദൈവപൈതൽ പാപം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, നീതി ചെയ്യുന്നവനുമാണ് എന്ന് തിരുവചനത്തിലൂടെ മനസ്സിലാക്കാം. ദൈവമക്കൾ ലോകത്തെ ജയിച്ചവരാകുന്നു. 1 യോഹന്നാൻ 5:4 ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഒരിക്കൽ നാം ലോകത്തിൻ്റെ കാലഗതികൾക്കനുസരിച്ച് നടന്നവരാണ് എന്ന് എഫേസ്യ ലേഖനം 2:2 നാം വായിക്കുന്നു. ഇന്ന് ലോകത്തെ ജയിച്ചവരാണ് ദൈവമക്കൾ. എങ്ങനെ ജയിച്ചു? ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലോകത്തെ ജയിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ദൈവമക്കൾ തന്നെത്താൻ സൂക്ഷിക്കുന്നവരാണ്. 1 യോഹന്നാൻ 5:18 ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കർത്താവ് സൂക്ഷിക്കുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 3:3 വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്നു. യൂദ 24 അതുപോലെ നാം വായിക്കുന്നു, അവൻ നമ്മുടെ ഉപനിധിയാണ്. ലോകത്തിൽ അലക്ഷ്യമായി ജീവിപ്പാൻ നാം പാടില്ല. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പാപലോകത്തിൽ നാം നമ്മെ തന്നെ സൂക്ഷിച്ച് വളരെ കരുതലോടുകൂടെ ജീവിക്കേണ്ടവരാണ് ദൈവമക്കൾ. അതുകൊണ്ട് തിരുവചനം പറയുന്നു, കാൺമീൻ നാം ദൈവമക്കൾ അവിടുത്തെ സ്നേഹത്താൽ ദൈവമക്കളായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. നമുക്ക് ലോകത്തെ ജയിക്കുവാൻ കഴിയുന്നു. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ദൈവം നമ്മെ സൂക്ഷിക്കുന്നു. അതുകൊണ്ട് ഒരു ദൈവവേദലായി തന്നെ ദിനംതോറും ജീവിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.